ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്കാണ് ഈ കാണുന്നത്. ഈ സീലിംഗ് ഏകദേശം 3 അടി വീതിയുണ്ട്, 35 അടി നീളമുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്യണം. സീലിങ്ങിൻ്റെ മുകളിലുള്ള പാരപ്പറ്റ് അത് പ്ലാസ്റ്ററിങ് ചെയ്യണം. അതിൻ്റെ ടോപ്പ് മടക്കണം. അതിൻ്റെ അടിയിൽ വാട്ടർ കട്ടിങ്. അപ്പോൾ ഇത് ഇത്രയാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന് തന്നെ ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി ഉയരം എല്ലാം ഞങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തലേ ദിവസം ഉയരമൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ വന്ന് ആദ്യം അതിൻ്റെ പണി നോക്കുക. കാരണം ഈ ഹൈറ്റ് ഉയരത്തിൻ്റെ മുകളിലൊക്കെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഉയരം കഴയൊക്കെ വെച്ച് കെട്ടണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ചാന്ത് മിക്സ് ചെയ്യുന്ന സിമൻറ്റ് മിക്സിങ് എന്ന് പറയുന്നത് 8-ന് 2 അതായത് 8 ചട്ടി മണൽ, 2 ചട്ടി സിമൻറ്റ്, അതായത് 4-1. ഇതിപ്പോൾ നമ്മൾ 8 ചട്ടി മണലും ഇട്ട് 2 ചട്ടി സിമൻറ്റും ഇട്ട് 2 ചട്ടി സിമൻറ്റ് ഇട്ടിട്ട് ശകലം കൂടി സിമൻറ്റ് കൂടുതലിടണം. കാരണം ഈ മണൽ ഇപ്പോൾ ഇറക്കിയ മണൽ എന്ന് പറയുന്നത് തീരെ പശയില്ലാത്ത മണ്ണാണ്. അപ്പോൾ എത്ര സിമൻറ്റ് ഇട്ടാലും അത് കാണില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി സിമൻറ്റ് ഇട്ടാണ് ഇന്ന് പ്ലാസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തായിരുന്നു. കാരണം സീലിംഗ് ഒക്കെ നമുക്ക് നിഷ്പ്രയാസം നമുക്ക് ഒരാൾ നിന്നാലും നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹൈറ്റെല്ലാം കെട്ടിയതിന് ശേഷം തട്ട് കുറച്ച് ചിപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതായത് കോൺക്രീറ്റും ഇതെല്ലാം കുറച്ച് തള്ളിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ അതാണ്. അത് കംപ്ലീറ്റും കട്ട് ചെയ്ത് പിന്നെ ഇലക്ട്രിക്കിൻ്റെ പൈപ്പ് വരുന്നിടത്ത് ഈ മണൽ, അതായത് കോൺക്രീറ്റ് ചെയ്യാന്നിടത്ത് മണലിട്ടിട്ടാണ് അവിടെ ഇലക്ട്രിക്കിൻ്റെ പൈപ്പ് കൊടുക്കുന്നത്. കാരണം നമുക്ക് ഈ തട്ട് പൊളിച്ചതിന് ശേഷം അത് എളുപ്പത്തിന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. അപ്പോൾ ആ മണൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇളകി വീഴും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യണം. എന്നിട്ട് ഗ്രൗട്ട് അടിക്കുമ്പോൾ നല്ല ലൂസ് ഗ്രൗട്ട് തന്നെ അടിക്കണം കേട്ടോ. അതായത് തീരെ വെള്ളമാവരുത്. കാരണം അത് ഞാൻ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഈ വർക്കിന് ഇറങ്ങുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം. ഞാനിത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. നല്ല ലൂസ് ഗ്രൗട്ടാണ് ഒഴിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത കേട്ടോ, നമ്മൾ സീലിംഗ് പ്ലാസ്റ്റർ ചെയ്താലും നമ്മൾ ഭിത്തി പ്ലാസ്റ്റർ ചെയ്താലും നമ്മൾ ഒരു മേസ്ത്രിയെ ഉള്ളെങ്കിൽ ആ ഒരു മേസ്ത്രി കുറച്ച് ഐഡിയപൂർവമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരാൾക്ക് തന്നെ ഇത് ഇത്രയും വർക്ക് നിഷ്പ്രയാസം തീർക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം, സ്കിപ്പ് ചെയ്ത് കളയരുത്. ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര ഈസി ആയിട്ടാണ് ഈ ഒരു സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്ത് അതിൻ്റെ വാട്ടറിങ് കട്ടിങ്ങും ചെയ്ത് ആ പാരപ്പറ്റും പ്ലാസ്റ്ററിങ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നല്ല ലെങ്ത്, അതായത് നല്ല വീതിയുള്ള തട്ടാണെങ്കിൽ ഇത്രയും വലിയ തട്ടൊക്കെ നമ്മൾ ഫുള്ള് ഗ്രൗട്ട് അടിക്കരുത്. ഏകദേശം ഒരു പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ ഗ്രൗട്ട് അടിച്ചിട്ട് സിമൻറ്റ് ചാന്തടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ തട്ട് കിടന്ന് ഉണങ്ങിപ്പോവും. അപ്പോൾ ഇതിപ്പം ഏകദേശം 3 അടി വീതിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളും ഗ്രൗട്ട് അടിച്ചത്. കാരണം ഗ്രൗട്ട് അടിച്ച് ചാന്തും അടിച്ച് മുഴക്കലിടാൻ നേരത്ത് കറക്റ്റ് പരുവം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഓരോ സൈറ്റിലും ചെയ്യുമ്പോഴും ഐഡിയപൂർവമായിട്ടാണ് ഞാൻ ഓരോ വർക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് പണി സ്മൂത്തായിട്ട് പോവുകയും ചെയ്യും, നമ്മൾ വിചാരിച്ച സമയത്ത് പണി തീരുകയും ചെയ്യും. പിന്നെ നമ്മൾ ഗ്രൗട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചാന്തടിച്ച് കൈപ്പാണിയിട്ട് ലാസ്റ്റ് ഘട്ടം ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കംപ്ലീറ്റ് ഇളകിപ്പോകും. അത് പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ മുഴക്കോലിടുമ്പോൾ എപ്പോഴും എൻഡ് കറക്റ്റ് ലെവലായിരിക്കണം മുഴക്കോലിന്. കാരണം നമ്മൾ വാട്ടർ കട്ടിങ് ചെയ്യുമ്പോൾ ചെറിയ വളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വാട്ടർ കട്ടിങ്ങിൽ അത് എടുത്ത് കാണിക്കും. വാട്ടർ കട്ടിങ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അറിയത്തില്ല. മറ്റേ വാട്ടർ കട്ടിങ് കൊടുക്കുന്നതെങ്കിൽ അത് എടുത്ത് കാണിക്കും. ഇവിടെ എന്തായാലും ഞങ്ങൾ വാട്ടറിൽ കട്ടിങ് കൊടുക്കുന്നുണ്ട്. കാരണം മഴ പെയ്ത് വെള്ളം ഒലിച്ച് അകത്തോട്ട് ഇറങ്ങും. അപ്പോൾ അകത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ വാട്ടർ ലെവൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ കുറച്ച് മ്യൂസിക്കൊക്കെ ഇട്ട് കേട്ട് വീഡിയോ കാണാം.
അടുത്ത ഞങ്ങൾ പാരപ്പറ്റാണ് പ്ലാസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാരപ്പറ്റ് പ്ലാസ്റ്റർ ചെയ്യുന്ന നേരത്ത് ഞാൻ എൻ്റെ ഹെൽപ്പർ ഹിന്ദിക്കാരെ, അപ്പോൾ അവൻ്റെ ഹിന്ദിക്കാരൻ്റെ കയ്യിലാണ് എൻ്റെ മൊബൈൽ ഞാൻ കൊടുത്തത് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഫോണും കൊണ്ട് അങ്ങ് എൻഡിൽ പോയിട്ടാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് നിന്ന് എടുക്കാനാണ് പറഞ്ഞത്, അവൻ്റെ അടുത്ത് പ്രത്യേകിച്ചും പറഞ്ഞത്. പക്ഷെ അവൻ 1 കിലോമീറ്റർ ദൂരെ പോയെന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ടോ എന്തോ. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത് കൊണ്ട് പിന്നെ എൻ്റെ അടുത്തോട്ട് വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നു. ആദ്യം കംപ്ലീറ്റും അവൻ ദൂരോട്ട് പോയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് ഇത് സെയിമാണ്, 5 കെട്ടി മണൽ 1 കെട്ടി സിമൻറ്റ്. അപ്പോൾ ഞങ്ങളിത് ഫുള്ള് അങ്ങ് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം സിമൻറ്റ് അങ്ങ് അടിച്ചതിന് ശേഷമാണ് നമ്മൾ ചാന്ത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചാന്ത് അടിക്കുന്ന വീഡിയോ ഒന്നും ഇടാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അതൊക്കെ അങ്ങ് ഒഴിവാക്കിയത്. കാരണം ലെങ്ത് കൂടുമ്പോൾ ആർക്കും കാണാൻ താല്പര്യമില്ല, കാരണം ആർക്കും സമയം കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത് വേണ്ടാത്ത കാര്യങ്ങൾ ഈ ചാന്തടിക്കുന്ന ഭാഗങ്ങളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ ഇത് ഞങ്ങൾ തൂക്കിയാണ് എടുത്തത്. കാരണം ഇത് വെളിയിൽ നിന്ന് കാണുന്ന ഭാഗമാണ്, അതായത് മൂല തിരിഞ്ഞ് വരുന്ന ഭാഗമായിട്ടാണ് ഞങ്ങൾ തൂക്കട്ടേക്കൊക്കെ തൂക്കി ലെവൽ ചെയ്തെടുത്തത്. അപ്പോൾ ഞങ്ങൾ വർക്ക് കംപ്ലീറ്റും തീർന്നിട്ടുണ്ട്. കാരണം പാരപ്പറ്റ് കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്തു, അതിൻ്റെ ടോപ്പ് മടക്കി, പിന്നെ അതിൻ്റെ അടിയിൽ വാട്ടർ കട്ടിങ് കാണുമ്പോൾ അറിയാം, അതിൻ്റെ വാട്ടർ കട്ടിങ് കംപ്ലീറ്റും കൊടുത്ത് പൈപ്പാണ് അടിച്ചത്, അതായത് 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ, നമ്മൾ മനസ്സ് വെച്ചാൽ ഏത് വർക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.